ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണെന്ന് നോക്കാം. ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള മെസ്സേജ് ഇതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ നമ്മൾക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 8 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, ദ ഡെവിൾ കാർഡ്, 6 ഓഫ് വാൻഡ്സ്, ദ ടവർ കാർഡ്, ഏസ് ഓഫ് കപ്സ്, 9 ഓഫ് പെൻറ്റിക്കിൾ, ദ സ്റ്റാർ കാർഡ്, 7 ഓഫ് കപ്സ്, ദ എംപ്രസ്, 3 ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഓരോ കാർഡ്സിലും അത്ര ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്കൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ്, ഒരു ഹീലിംഗ് പ്രോസസ്സ് ഇവിടെ ശരിക്കും എടുത്തു കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളൊരു റേക്കി ഹീലിംഗ് കൂടി ചെയ്യുകയാണെങ്കിൽ പാസ്റ്റ് ലൈഫ് ട്രോമ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു നെഗറ്റിവിറ്റി, നെഗറ്റീവ് എനർജി, നിങ്ങൾ വിക്റ്റിമായിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, ഒരു ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമെല്ലാം തന്നെ ഒരു ട്രോമയായിട്ട് നിങ്ങൾക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടുന്നൊരവസ്ഥ അടുത്ത ഒരു മാസം, ഓക്കെ, നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നു അതിൽ തുടങ്ങി അടുത്ത 30 ഡേയ്സിൽ തന്നെ ഇത് ഹീൽ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. 8 ഓഫ് വാൻഡ്സ് ആണ്. 1 മന്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്നങ്ങ് പോകും. ദിവസങ്ങളെല്ലാം എന്ത് പെട്ടെന്നാണല്ലേ പോകുന്നത്. 2025 തുടങ്ങി ഇപ്പോൾ ഏപ്രിൽ വന്ന് നിൽക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം, ഒരു 30 ദിവസത്തിൽ തന്നെ. സോ ഈ ഒരു 30 ദിവസം എന്ന് പറയുമ്പോൾ ഹീലിങ്ങിനൊക്കെ കുറേ ടൈം എടുക്കും, പക്ഷേ 30 ഡേയ്സിൽ ഹീലാവുക. മെയിലും 12-ാം തീയതിയാണ് ഫുൾ മൂൺ ഡേ, ഡേറ്റിൽ ചേഞ്ച് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. സോ ഫുൾ മൂൺ ഡേ റീഡിങ്ങും ഞാൻ ചെയ്യുന്നതായിരിക്കും. ആ ദിവസം നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, എഴുതിയിട്ടൊക്കെ മാനിഫേസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ്. പെട്ടെന്നൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഈ 30 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മേ ബി ഒരു 30 ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും. കുറേ ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി ലൈഫ് ഒരു സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൈഫിലൊരു മാറ്റം, ട്രാൻസ്ഫർമേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ അവസാനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പുതിയ തുടക്കമാണ്. അവസാനിക്കുമ്പോൾ മേ ബി ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നെയായിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു തീർത്ത് ചിലപ്പോൾ പെയിൻഫുൾ സിറ്റുവേഷൻ തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ അവിടെ നിന്ന് മാറേണ്ടതായിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നിർത്തേണ്ടി വരുന്നൊരു സിറ്റുവേഷനോ ചിലപ്പോൾ അത് റീകൺസിലേഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരിക്കും. സോ എല്ലാം ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ റീകൺസിലേഷൻ നടക്കണം എന്നില്ല. നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നതാണ്, അല്ലേ? ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലും ഒരു ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നതിലും ആ ജോലി റിസൈൻ ചെയ്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ജോലി നോക്കാനുള്ളൊരു ഗട്ട്സ് ഉണ്ടാവുക, ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഒരു കാര്യം അവസാനിച്ചാൽ മാത്രമാണ് അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നത്. ആ ഒരു അവസാനം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ അവസാനമല്ല, ചെറിയൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ അടുത്ത പുതിയതിലേക്ക് പോകുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്, അല്ലേ? അത് അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത്. ദ ഡെവിൾ കാർഡും കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. റിലേഷൻഷിപ്പോ ജോലിപരമായ നെഗറ്റിവിറ്റിയും നെഗറ്റീവ് എനർജിയും, നിങ്ങൾ വിക്റ്റിമായിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അതിൻ്റെ ഒരു സമയം അവസാനിച്ചു വരുന്നു. ഒരു അവസാന ഘട്ടത്തിലാണ്. മാർച്ച് മാസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ മാസം കുറേ മാറ്റത്തിൻ്റെ സമയമായിരുന്നു. സോ ഈ ഒരു സമയം ഒക്കെ തന്നെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളിലൂടെ ഒക്കെ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. സോ ഏപ്രിൽ മാസം അത് നമ്മൾ വീണ്ടും ഒന്നേന്നും പറഞ്ഞ് തുടങ്ങേണ്ടി വരുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങൾ വിക്റ്റിമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ലൈഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിനൊരു മാറ്റം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സമയവും പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ടൈമും കഴിഞ്ഞു വരുന്നതായിട്ടും അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ 6 ഓഫ് വാൻഡ്സും ഏസ് ഓഫ് കപ്സുമാണ്. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല നാളുകളാണ് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത്. ബേർഡ്സിനെ
ഈശ്വരനെയൊക്കെ കാണുന്നതും ഏഞ്ചൽ നമ്പേഴ്സ് ഒരുപാട് കാണുക, റെയിൻബോ കാണുക, യൂണിവേഴ്സായിട്ട് അടുത്ത് നിൽക്കുക, അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുന്നത് നല്ലതായിരിക്കും. കുറച്ച് ആൾക്കാരുടെ അല്ലെങ്കിൽ 1-2 ആൾക്കാരുടെ ഒരു എന്തെങ്കിലും സിറ്റുവേഷനോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് വേറെ ആൾക്കാരിൽ നിന്നും എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തിരക്കുന്നതും എടുക്കുന്നതും എല്ലാം തന്നെ നല്ലതാണ്. വേറെ ആൾക്കാരുടെയും സഹായം നിങ്ങൾക്ക് കിട്ടും. മേ ബി നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും തന്നെയോ അല്ലെങ്കിൽ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാരോക്കാർഡ് റീഡർ വഴി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു തീരുമാനം എടുത്തു പോകാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയമാണ്. മാറ്റമാണ് ഇവിടെ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത്. 6 ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് കുതിച്ചുയരാൻ പറ്റുന്ന സമയമാണ്. കരിയർ വൈസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ചിലരുടെ കാര്യത്തിൽ ഒരു ടോക്സിക് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ടോക്സിക് ആയിട്ടുള്ള കണക്ഷൻസ് ഇപ്പോൾ ഒരു ടവറിലാണ് നിൽക്കുന്നത്. ഒരു നോ കോണ്ടാക്റ്റും ബ്രേക്കപ്പും ഒക്കെ വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 30 ഡേയ്സിൽ തന്നെ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. കുറച്ച് പേർക്ക് ഒരു റീകൺസിലേഷൻ റീയൂണിയനും കുറച്ച് പേർക്ക് അവസാനിക്കുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. സോ എനിവേ അത് നിങ്ങൾക്ക് 30 ഡേയ്സിൽ അറിയാൻ സാധിക്കും. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ 70% ആൾക്കാർക്കും റീകൺസിലേഷൻ ആണെങ്കിൽ ബാക്കി 30% ആൾക്കാർക്ക് ഇവിടെ അത് എൻഡ് ആകുന്നതായിട്ടും, നിങ്ങൾ വിക്റ്റിം ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷന് മേ ബി അതൊരു ടോക്സിക് കണക്ഷനും ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിലൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. ഓക്കെ, സോ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. 9 ഓഫ് പെൻറ്റിക്കിളും ദ സ്റ്റാർ കാർഡും കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സമയമാണ്, മുന്നോട്ടേക്ക് നിങ്ങളുടെ സമയമാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. ഞാൻ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും? അത് നമ്മളുടെ ജീവിതത്തിൽ നടക്കും അല്ലേ? സോ അതേസമയം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എന്ത് ഇഷ്യൂസിൽ നിൽക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വഴികൾ തുറന്ന് നമ്മൾക്കതിൽ നിന്നും രക്ഷപ്പെടാനും ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ഫുള്ളി ഒരു 100% ഒരു സ്ട്രെങ്ത് നമ്മൾക്ക് എല്ലാ കാര്യത്തിലും ഇടാൻ സാധിക്കില്ല അല്ലേ? ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനും കാര്യങ്ങളും. സോ മെഡിറ്റേഷനോ കാര്യങ്ങളോ യോഗയോ ഒരുപാട് സ്ട്രെസ്സോ കാര്യങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുന്നോട്ടേക്ക് അവസരങ്ങളുടെ നാളുകളാണ് എന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജോലിപരമായിക്കോട്ടെ, സിംഗിൾസിനൊക്കെയും ഒരു നല്ലൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ അതേപോലെ തന്നെ ഡെസ്റ്റിനിയുള്ള പേഴ്സൺ ലൈഫിലേക്ക് വരാനും ഒരു മാരേജ് എൻഗേജ്മെൻ്റ് ഒക്കെ നോക്കുന്നവർക്ക് അതിലും നല്ലതായിട്ടും വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ജോലി നോക്കി പോകണം എന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ഉണ്ടാകുന്നുണ്ട്. ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും വാഹനങ്ങളും അതേപോലെ തന്നെ വസ്തു വീടോ വാങ്ങിക്കാൻ പറ്റുന്നൊരവസ്ഥ ഫ്യൂച്ചറിലോട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ഒക്കെ ഒരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ, ഈ ഒരു ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദ എംപ്രസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ഓഫ് സോഡ്സും കിട്ടിയിട്ടുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഒന്നും കൂടി ശ്രദ്ധിക്കുക. അത് മാറി വരുന്നുണ്ട്. ഈ ഒരു സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ ഈ ഒരു 1 മന്തിൽ നിങ്ങൾക്ക് മാറി കിട്ടുന്നുണ്ട്. ഈ 1 മന്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ മെഡിസിൻസോ കാര്യങ്ങളോ ഫുഡ് ഐറ്റംസോ സ്ട്രെസ് എടുക്കാതിരിക്കുക എന്നതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഫുള്ളായിട്ട് ഇവിടെ ഒരു ഹീലിംഗ് ആണ് കാണാൻ പറ്റുന്നത്. ഓരോ കാർഡ്സിലും ഇഷ്യൂസ് എല്ലാം മാറി പല കാര്യങ്ങളും എൻഡ് ആകുന്നുണ്ട്, ഞാൻ സമ്മതിക്കുന്നുണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ച് കാര്യങ്ങളിൽ മാത്രം സ്റ്റക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പേഴ്സണിൽ മാത്രം അഡിക്റ്റായി നിൽക്കുന്നു, റിലേഷൻഷിപ്പിൽ മാത്രം സ്റ്റക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ കരിയർ വൈസ് ഒരു സ്റ്റക്നെസ്സോ ബ്രേക്കോ വന്ന സമയത്ത് ഇനിയും എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്നതാണ്. 6 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിട്ടുള്ളത്. യൂണിവേഴ്സിൻ്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കും. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷനിൽ പെട്ടുപോയാലും നിങ്ങൾക്ക് വേറൊരാൾ മുഖേന, ഇപ്പോൾ തനിയെ എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യുന്നു എന്നല്ല, വേറൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ടാരോക്കാർഡ് റീഡറോ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ഒരു മുന്നോട്ടേക്കുള്ള വഴി തെളിച്ചു തരാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് എന്താണ് എന്നത് പറഞ്ഞു തരാനായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരിക്കും എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, 666 ഏഞ്ചൽ നമ്പേഴ്സ് എനിക്ക് എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെ, വിക്ടിമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളെല്ലാം മാറ്റിയെടുക്കുക. ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറട്ടെ, അതാണ് നല്ലത്. അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഉണ്ടാവത്തില്ല നമ്മുടെ ജീവിതത്തിൽ അല്ലേ. 111111 ഏഞ്ചൽ നമ്പേഴ്സും കാണാൻ സാധിക്കുന്നു. ഒരു പുതിയ തുടക്കം. ജീവിതത്തിൻ്റെ ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് കാര്യങ്ങളും പ്രതിസന്ധികളും ഈ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം തന്നെ നിങ്ങൾ
നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു പുതിയ തുടക്കത്തെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ മുന്നോട്ടേക്ക് അടുത്ത 30 ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് മാനിഫേസ്റ്റ് ചെയ്ത് അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് എഴുതിയിട്ടൊക്കെ മാനിഫേസ്റ്റ് ചെയ്യാം, റേക്കി ഹീലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ റീഡിങ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്യൂസ് എന്ത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണോ അത് വെച്ചിട്ട് റീഡിങ് ചെയ്യാം. സോ നിങ്ങളുടെ ഇഷ്യൂസൊക്കെ മാറിക്കിട്ടി ഒരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് സന്തോഷം ഈ ഒരു റീഡിങ് കാണുന്ന എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഇത് അട്രാക്റ്റായി നിങ്ങൾക്കൊരു മാറ്റം ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ. ഓക്കെ, സോ എന്താണോ സിറ്റുവേഷൻ അത് അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. റിലേഷൻഷിപ്പിൻ്റെ കാര്യം നിങ്ങൾക്കൊരു 30 ദിവസത്തിൽ മനസ്സിലാകും. 70% ആൾക്കാർക്കും റീകൺസിലേഷൻ ആണെങ്കിൽ ബാക്കി ഒരു 30% ടോക്സിക് അല്ലെങ്കിൽ കാർമിക് കണക്ഷൻസ് ആണ് കാണിക്കുന്നത്. അത് എൻഡ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് 30 ഡേയ്സിൽ തന്നെ നിങ്ങളുടെ കണക്ഷൻ എന്താണെന്നുള്ളതും ഒരു തീരുമാനമെടുക്കാനും എല്ലാം തന്നെ സാധിക്കും. സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ.